പ്രിയ സുഹൃത്തെ, നീണ്ട 20 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നമ്മുടെ ജോസിച്ചനും തൊമ്മിച്ചനും നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യുകയാണ്. ഇവിടെ ജോസിച്ചനും തൊമ്മിച്ചനും എന്ന് പറഞ്ഞാൽ നമ്മളിൽ പല ആൾക്കാരെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ജോസിച്ചൻ്റെ ലൈഫിലേക്ക് പോകാം. ജോസിച്ചൻ അത്യാവശ്യം വളരെ വളരെ വലിയൊരു രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ നാഷണൽ ഹൈവേയോട് ചേർന്ന് വളരെ കണ്ണായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു 30 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൻ്റെ നടുക്ക് വളരെ ബംഗ്ലാവ് പോലത്തെ ഉള്ള വലിയൊരു വീടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പക്കലുള്ള ഒരു ലിക്വിഡ് ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് കമ്പനിയിൽ നിന്ന് എക്സിറ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ ഗ്രാറ്റുവിറ്റി എമൗണ്ട് മാത്രമാണ്. അപ്പോൾ ഈ ഒരു എമൗണ്ട് വെച്ച് അദ്ദേഹത്തിന് അടുത്ത ഒരു 2-3 വർഷം അത്യാവശ്യം കുഴപ്പമില്ലാതെ ഭംഗിയായിട്ട് ജീവിച്ചു പോകാം. എന്നാൽ അതിനുശേഷം എങ്ങനെ അദ്ദേഹത്തിൻ്റെ എക്സ്പെൻസ് മാനേജ് ചെയ്യാൻ പറ്റും എന്നതാണ് ഇപ്പോൾ ജോസിച്ചിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. അതായത് പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ജോസിച്ചൻ വളരെ സമ്പന്നനായ ഒരു വ്യക്തിയാണ്. അതായത് അസറ്റ് വൈസ് വളരെ റിച്ചാണ്. കാരണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു വാല്യുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 കോടി രൂപയെങ്കിലും വാല്യുവേഷൻ ഉണ്ടാവും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സംബന്ധിച്ച് അസറ്റ് വൈസ് വളരെ റിച്ചാണ്. പക്ഷെ കഞ്ഞി കുടിക്കാൻ വകയില്ല. ക്യാഷ് ഫ്ലോ വൈസ് ഇദ്ദേഹം വളരെ ദരിദ്രനായ ഒരു വ്യക്തിയാണ്. ഇത് ജോസിച്ചിൻ്റെ മാത്രം അവസ്ഥയല്ല, നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഈ തരത്തിലുള്ള പല ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് പുറമെ നിന്ന് നോക്കുന്ന സമയത്ത് വലിയ വീട്, വലിയ കാറ്, പക്ഷേ ഇവരെ കയ്യിൽ കഞ്ഞി കുടിക്കാൻ വകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള ആൾക്കാരിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ വീഡിയോ പല ആൾക്കാർക്കും പലതരത്തിലുള്ള ഉൾക്കാഴ്ചകൾ കൊടുക്കാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ താങ്കളുടെ എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി തൊമ്മിച്ച ടിപ്സ് പവർഡ് ബൈ ഡയസ് ഇൻവെസ്റ്റ്. മൈ നെയിം ഈസ് പ്രിൻസൺ ഡയസ്. തൊമ്മിച്ച ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ തൊമ്മിച്ചൻ്റെ ലൈഫിലേക്ക് നോക്കുന്ന സമയത്ത് തൊമ്മിച്ചന് ഇപ്പോൾ ജോസിച്ചനെ പോലെ അത്രയ്ക്ക് വലിയ വീടൊന്നുമില്ല. കുറച്ച് ഉള്ളിലേക്ക് കയറിയാണെങ്കിലും അത്യാവശ്യം വളരെ നല്ല രീതിയിലുള്ള ഒരു വീടുണ്ട്. അതിൻ്റെ ഒരു വാല്യുവേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു കോടി രൂപയോളം വരും. എന്നാൽ ജോസിച്ചനിൽ നിന്ന് വ്യത്യസ്തമായി തൊമ്മിച്ചൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊമ്മിച്ചൻ്റെ പക്കൽ ഏകദേശം 1 കോടി രൂപയോളം ഇപ്പം ബാങ്കിലും ഒരു 3 കോടി രൂപയോളം മ്യൂച്വൽ ഫണ്ടിലുണ്ട്. അതായത് ഏകദേശം ഒരു 4 കോടി രൂപ ലിക്വിഡേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്സ് ഇപ്പൊ നിലവിൽ നമ്മുടെ തൊമ്മിച്ചനുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇപ്പൊ നിലവിൽ ഈ അത്രയ്ക്കും വലിയ ലൈഫ് സ്റ്റൈലൊന്നും പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ല തൊമ്മിച്ചൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇദ്ദേഹത്തിന്റെ എല്ലാ എക്സ്പെൻസും വളരെ ഭംഗിയായിട്ട് ഇപ്പൊ നിലവിൽ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 75,000 രൂപയാണ് ഒരു മാസം വേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നിലവിൽ ഇദ്ദേഹത്തിന്റെ 4 കോടി രൂപ ഇദ്ദേഹത്തിന്റെ കയ്യിൽ കോർപ്പസ് ഉണ്ട്. അതിൽ നിന്ന് ഒരു 3% ഒരു ആനുവലൈസ്ഡ് വിഡ്രോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കോടി രൂപയുടെ 3% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം 12 ലക്ഷം രൂപ വരും. അതിന് നമ്മളിപ്പോൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാസം 1 ലക്ഷം രൂപ. അതായത് ഈവൻ ഒരു 3% വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പോലും നമ്മുടെ തൊമ്മിച്ചന് വളരെ ഭംഗിയായിട്ട്, കാരണം അദ്ദേഹത്തിന് ഇപ്പം നിലവിൽ 75,000 എക്സ്പെൻസ് ഉള്ളൂ, വളരെ ഭംഗിയായിട്ട് ഇദ്ദേഹത്തിന് ജീവിച്ചു പോകാൻ സാധിക്കും. ഈ 3% വളരെ കുറച്ച് എമൗണ്ട് മാത്രമാണ് ഇദ്ദേഹം വിഡ്രോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ശേഷം ഇപ്പൊ നമ്മുടെ തൊമ്മിച്ചൻ റിട്ടയർമെന്റ് ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ ചെലവ് കൂടും. അപ്പൊ ചെലവ് കൂടുന്നതിനനുസരിച്ച് ഇപ്പൊ വളരെ കുറച്ച് വിഡ്രോ ചെയ്യുന്നതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കോർപ്പസ് വളരെ വേഗത്തിൽ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ചെലവ് കൂടുന്നതിനനുസരിച്ച് ഇദ്ദേഹത്തിന് വളരെ ഈസി ആയിട്ട് ഇദ്ദേഹത്തിന്റെ വരുമാനം കൂട്ടി വളരെ ഭംഗിയായിട്ട്, അതായത് ഇദ്ദേഹത്തിന്റെ മരണം വരെ വളരെ ഭംഗിയായിട്ട് തൊമ്മിച്ചന് ജീവിക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഈ 2 വ്യക്തികളെ, അതായത് ജോസിച്ചൻ പുറമെ നിന്ന് നോക്കുന്ന സമയത്ത് ഇദ്ദേഹം വളരെ സമ്പന്നനായ വ്യക്തിയാണ്, പക്ഷെ കഞ്ഞി കുടിക്കാൻ വകയില്ല. ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര പഴുത്ത് നല്ല ഭംഗിയുള്ള മാങ്ങ നമ്മളത് വാങ്ങി നമ്മൾ കണ്ടിച്ചു നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അതിൽ നിറച്ച് പുഴു. ഇതാണ് നമ്മുടെ ജോസിച്ചൻ്റെ അവസ്ഥ. പുറമെ നിന്ന് നോക്കുമ്പോൾ എല്ലാം ഉണ്ട്, പക്ഷെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കാൻ പോലും വകയില്ലാത്തൊരവസ്ഥ. അതേസമയം നമ്മുടെ തൊമ്മിച്ചൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേ നിന്ന് നോക്കുമ്പോൾ അത്രയ്ക്ക് വലിയ ഭംഗിയൊന്നുമില്ല,
പക്ഷേ അദ്ദേഹം വളരെ ക്യാഷ് റിച്ച് ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റിട്ടയർമെന്റ് ലൈഫിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് അസറ്റ് വൈസ് റിച്ചായ മാത്രം പോരാ. ഇപ്പൊ അസറ്റ് വൈസ് റിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ജോസിച്ചന് 10 കോടി രൂപയുടെ അസറ്റും ഇപ്പൊ നമ്മുടെ തൊമ്മിച്ചന് 5 കോടി, അതായത് 1 കോടി രൂപ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി, 4 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ്, അതായത് 5 കോടി രൂപയുടെ അസറ്റേ ഉള്ളൂ. അസറ്റ് വൈസ് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജോസിച്ചനാണ് കൂടുതൽ റിച്ച്. പക്ഷെ ആർക്കാണ് പീസ് ഓഫ് മൈൻഡ്, ആർക്കാണ് വളരെ മികച്ച രീതിയിലുള്ള ഒരു ജീവിതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൊമ്മിച്ചനാണ്. അപ്പൊ നമ്മൾ അസറ്റ് വൈസ് റിച്ച് ആയാൽ മാത്രം പോരാ, ക്യാഷ് ഫ്ലോ വൈസ്, അതായത് നമുക്ക് ഒരു പ്രതിമാസം വരുമാനം വളരെ മികച്ച രീതിയിൽ നമുക്ക് എൻഷുർ ചെയ്യാൻ നമ്മളൊരു റിട്ടയർമെന്റ് ലൈഫിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് സാധിക്കണം. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് സമാധാനപരമായ വളരെ മനോഹരമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി താങ്കൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും സപ്പോർട്ട് താങ്കൾക്ക് വേണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിൽ താങ്കൾക്ക് വാട്സാപ്പ് വഴിയോ കോൾ ചെയ്തോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് തൊമ്മിച്ച് ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.